അങ്ങനെ നമ്മുടെ കാശിക്കുട്ടൻ കാത്തുകാത്തിരുന്ന അവന്റെ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എവിടെയെങ്കിലും ട്രിപ്പ് പോകണം. അതാണ് നമ്മുടെ കാശിക്കുട്ടന്റെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ എപ്പോഴത്തെയും പോലെ നല്ല അടിപൊളിയൊരു ട്രിപ്പ് നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടേ. പക്ഷെ കാശിക്കുട്ടൻ വണ്ടി കയറി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ. നല്ല ഉറക്കാണ്. പിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇടക്കാല ആശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കുറച്ച് ചിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒരു പാക്കറ്റ് ചക്കയുപ്പേരി എടുത്ത് അതും കഴിച്ചുകൊണ്ട് നേരെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തേ. വീട്ടിൽ നിന്ന് എറണാകുളം വരെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഞങ്ങൾ വന്നു കേട്ടോ. കാരണം ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിനും കൂടെ എറണാകുളം ടു തൃശ്ശൂർ അന്യായ ബ്ലോക്ക് ആയിരുന്നു ഗൈസ്. ബ്ലോക്കിലൊക്കെ പെട്ട് തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഒരു കോഫി കുടിച്ചിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വലിയ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോഫി വന്ന് അതും കുടിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കേട്ടോ, എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും വൃത്തി. അല്ലെങ്കിൽ പിന്നെ പോകുന്ന വഴിക്കൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പട്ടിണി ആയി പോകും ഗൈസ്. വലിയ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡിനോട് വലിയ ആക്രാന്തം ഒന്നും തോന്നിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ 2 ചപ്പാത്തി ഒരു മഷ്റൂം മസാലയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാശിക്കുട്ടനും പപ്പാജിയും ആസ് യൂഷ്വൽ പൊറോട്ട ബീഫായിരുന്നു കേട്ടോ. ഇവർക്ക് പൊറോട്ടയും ബീഫിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഗൈസ് എന്റെ സംശയം. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് ഗൈസ്. കോഴിക്കോട് വഴിയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പറയാണ്ടിരിക്കാൻ വയ്യ, കിഡു വൈബ് റൂട്ടാണ് ഗൈസ്. അടിപൊളി റോഡാണ് കേട്ടോ. അത് മാത്രമല്ല ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഗൾഫ് സ്റ്റൈൽ റോഡ് നമ്മുടെ നാട്ടിൽ ഞാൻ കാണുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ ടൈം നമ്മൾ ബ്ലോക്കിൽ പെട്ടുപോയതുകൊണ്ട് കോഴിക്കോട് നമ്മൾ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ചുരം കയറുന്നത് അത്ര സേഫ് അല്ലാന്ന് തോന്നിയതുകൊണ്ട് കോഴിക്കോട് തന്നെ നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആകെപ്പാട് എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ബീച്ചിന്റെ സൈഡാണ് കേട്ടോ. 1 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് ബീച്ചിലോട്ട് ദൂരമുള്ളൂ. അപ്പൊ രാവിലെ ഉണ്ട് ബീച്ചിലൊക്കെ പോയിട്ട് വയനാട് പോകാന്നുള്ള ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തത്. അടിപൊളി റൂമായിരുന്നു. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പൊ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.